ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. പ്രിയ സഹോദരീ സഹോദരന്മാരെ, 2 വാക്ക്. നിങ്ങൾ ഒരു പോസ്റ്റർ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അത് കണ്ട് ആരും മൈൻഡ് ചെയ്യാതെ പോകരുത്. പാവപ്പെട്ട ഉസ്താദാണ്, വലിയ പ്രയാസത്തിലാണ്. നിങ്ങളാൽ കഴിയുന്ന അതെത്ര ചെറുതാവട്ടെ വലുതാവട്ടെ ആ ഉസ്താദിന് സഹായങ്ങൾ ചെയ്തുകൊണ്ട് നിക്ഷേപിക്കണമെന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുന്നു. പാണക്കാട് സാദാത്യങ്ങളുടെ ഒരു സ്വഭാവം ഒന്നിനെ വിമർശിക്കാതിരിക്കാന്ന് ഞാൻ പറഞ്ഞല്ലോ. മശായിഖുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ അവരുടെ ആ ശ്രദ്ധ. ഇന്ന് വരെ ഏതെങ്കിലും ഒരു മശായിഖിനെ വിമർശിച്ചതായി ആർക്കും കാണിച്ചു തരാൻ പറ്റില്ല. ഇവരാണെങ്കിൽ വിമർശിക്കാൻ ബാക്കിയൊന്നുമില്ല. കുരുവട്ടൂരി നേതാവിന്റെ വെല്ലുവിളി ഉണ്ടല്ലേ, പാണക്കാട് സാദാത്യങ്ങൾ ഏതെങ്കിലും ഒരു മശായിഖിനെ വിമർശിച്ചത് കാണിച്ചു തരും. രസമുണ്ട്. ഇതേ പാണക്കാട് തങ്ങൾ കേരളത്തിലെ ഏതെങ്കിലും ഒരു വഹാബി നേതാവിനെ വിമർശിച്ചെന്ന് കാണിച്ചു തരും. ഇതേ പാണക്കാട് തങ്ങൾ കേരളത്തിലെ ഏതെങ്കിലും ഒരു ബിദഅത്തുകാരനെ വിമർശിച്ചെന്ന് കാണിച്ചു തരും. വലിയ ഒലക്കയിലെ മുഖ്യ ചോദ്യമായിരുന്നു. കേട്ടപ്പോ ചിരി വന്നു. ഇതൊക്കെ കേൾക്കാൻ കുറെ കുഞ്ഞാടുകൾ ഇരിക്കുന്നതാണ് ഏറ്റവും വലിയ രസം. പാണക്കാട് സാദാത്യങ്ങളുടെ ഒരു സ്വഭാവം ഒന്നിനെയും വിമർശിക്കാതിരിക്കുക എന്നുള്ളത് വേറെ സന്തോഷമുണ്ട്. ആ രീതിയിലൂടെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. ഇവിടെ ഈ സംഗമവും അങ്ങനെ തന്നെയാണ്. KNMന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ സംഗമത്തിലും എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് എല്ലാവരും പങ്കെടുത്തുകൊണ്ടുള്ള ഒരു നല്ല വേദിയായി ഇത് മാറിയിരിക്കുകയാണ്. ഈ സൗഹൃദം എന്നും പൂത്തുലഞ്ഞ് നിലനിൽക്കാൻ സർവശക്തൻ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം സർവശക്തന്റെ തിരുനാമത്തിൽ നിർവഹിച്ചായിരിക്കുന്നു. അസ്സലാമു അലൈക്കും. ഞാൻ പറഞ്ഞല്ലോ, ഈ സാദാത്തുക്കളായ ആത്മീയ നേതാക്കന്മാർ സമസ്തയുടെ ആദർശ വ്യതിയാനമുള്ള മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി സംഘടനകളുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാറില്ല. ബാഫക്കി തങ്ങൾ, പൂക്കോയ തങ്ങൾ, ശിഹാബ് തങ്ങൾ, ഉമർ ശിഹാബ് തങ്ങൾ, ഹൈദർ ശിഹാബ് തങ്ങൾ ഇവരുടെ കാലത്തൊന്നും പങ്കെടുക്കാറില്ല. അന്നും മുജാഹിദോ ജമാഅത്തെ ഇസ്ലാമി ഇവരുടെ സമ്മേളനത്തിന് ക്ഷണിച്ചിട്ടില്ല. അതിന്റെ കാരണം അവരുടെ ആശയത്തെ അംഗീകരിക്കാത്തവരാണെന്നും അവർ ഷിർക്കിന്റെ പ്രചാരകരാണെന്നും പറഞ്ഞു വെച്ചവരാണ് മുജാഹിദ്. അതുപോലെ തന്നെ ഈ ആശയ വ്യതിയാനം അവരുടെ ഭാഷയിലുള്ള ഈ തങ്ങന്മാർ അവർ വിളിക്കാറില്ല. തങ്ങന്മാരുടെ ആശയപ്രകാരം ആശയവ്യതിയാനമുള്ള മുജാഹിദ് സമ്മേളനത്തിൽ അവർ പങ്കെടുക്കാറുമില്ല. ഞാൻ പറയുന്നു, ഇവരെ സ്ഥാപനത്തിൽ ചേർക്കുമ്പോൾ ശ്രദ്ധിച്ചോളണം. KNMന്റെ മദ്രസയിൽ ചേർക്കുന്നതിനേക്കാൾ അപകടമാണ് മശായിഖുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ അവരുടെ ആ ശ്രദ്ധ. ഇന്ന് വരെ ഏതെങ്കിലും ഒരു മശായിഖിനെ വിമർശിച്ചതായി ആർക്കും കാണിച്ചു തരാൻ പറ്റില്ല. ഇവരാണെങ്കിൽ വിമർശിക്കാൻ ബാക്കിയൊന്നുമില്ലേ. ഈ ജാതി സാധനങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ട് സമൂഹത്തെ പറയിപ്പിക്കാൻ ഇത് പറയാ. ഞങ്ങള് മറ്റു വിഷയങ്ങളിൽ ഒന്നാണെങ്കിൽ പലതാണെങ്കിൽ ഇതിലൊന്നാണ് പറയുന്ന ആളോ നേരത്തെ വഹാബി. നേരത്തെ മനസ്സിൽ വഹാബിയാ, തൊപ്പിട്ടൂന്നേ ഉള്ളൂ. എന്നിട്ട് അതിന് വലിയ വലിയ തങ്ങന്മാരാന്ന് പറയുന്നവരൊക്കെ സപ്പോർട്ട്. മുഴുവൻ ആളുകളും കൈകട്ടി മറുപടി പറയേണ്ടി വരും റബ്ബിന്റെ മുന്നിൽ. ദീനെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കളിക്കാനുള്ളതാണോ? ശംസുലം അതുകൊണ്ടല്ലേ പാണക്കാട് സാദാത്യങ്ങളുമായി അഭേദ്യമായ ബന്ധം പുലർത്തിയത്. നമ്മൾ ആ വഴിയിലായതുകൊണ്ടല്ലേ നമ്മൾ പറഞ്ഞത് നമ്മളവിടെ പോകുന്നു, നമ്മളവിടെ മജ്‌ലിസുകളിൽ പങ്കെടുക്കുന്നു. എന്തൊക്കെ ഈ ചങ്ങായി പറയണത്? അവര് മശായിഖന്മാരെ വിമർശിക്കലില്ല എന്നപ്പ പറഞ്ഞത്. എന്നാ അവര് വഹാബികളെ വിമർശിക്കലുണ്ടോ? ജമാഅത്തെ ഇസ്ലാമിനെ വിമർശിക്കലുണ്ടോ? തബ്ലീഗ് ജമാഅത്തിനെ വിമർശിക്കലുണ്ടോ? ഏതെങ്കിലും മുബ്തദീങ്ങളെ വിമർശിക്കലുണ്ടോ? എന്തപ്പ ഈ പറഞ്ഞത് എന്ന് മാത്രല്ല, മശായിഖന്മാർ ഇവിടെ പഠിപ്പിച്ചത് എന്താ? ഇതെന്നെ ഇവിടെ പറഞ്ഞിട്ടില്ല, അങ്ങായി പ്രസംഗിച്ചിട്ടില്ലേ? എന്താ CM വലിയുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചത്? വഹാബികളോട് ബന്ധം പാടില്ല, അവരോട് ബന്ധമുള്ളവരോടും ബന്ധം പാടില്ല. ഇത് മടവൂർ ശൈഖുനാന്റെ ഉറപ്പാണ് എന്നാ പറഞ്ഞത്. എന്നാൽ ഇപ്പൊ ഈ പറയുന്ന ആളുകള് മശായിഖന്മാർ വിമർശിക്കില്ല, പോട്ടെ, അത് മാത്രം മതിയോ? മശായിഖന്മാരെ വിമർശിക്കാതിരുന്നാൽ മാത്രം മതിയോ? വഹാബിന്റെ കൂടെ കൂടാൻ പറ്റുമോ? വഹാബി മരിച്ചാൽ മയ്യത്ത് കരിച്ചാൻ പോകാൻ പറ്റുമോ? വഹാബി മരിച്ചാൽ അത് ദീനിന് തീരാ നഷ്ടമാണെന്ന് പറയാൻ പറ്റുമോ? എവിടുന്നാ ചങ്ങായി ചിന്തിച്ചേരണേ? ഞങ്ങൾ വലിഞ്ഞു കയറി മൗലൂദ് പങ്കെടുത്തതിനെ പറ്റി പറയാ. ഞങ്ങൾ അവിടെ സദസ്സുകളിലും പങ്കെടുക്കലുണ്ട് എന്ന്. എന്തോ ഒരു കഷ്ടം. മശായിഖന്മാരെ വിമർശിക്കണില്ല. വയസ്സിന് പറഞ്ഞമാതിരി മശായിഖന്മാരെ വിമർശിക്കണ പോലെ പാലുകൂട്ടി വളർത്തുന്നവരാ. പല ബുക്ക് പ്രകാശനം ചെയ്യാനും ഓൽക്ക്
ഒത്താശ ചെയ്തു കൊടുക്കാനും ഓലെ മയ്യത്ത് സ്കരിച്ചാനും. ഈ മയ്യത്ത് സ്കരിക്കാനെന്താടോ ഒരു നല്ലവരാന്നുള്ള ആ മെസ്സേജ് സമൂഹത്തിന് കൈമാറില്ല. എന്തേ ഒരു വഹാബി മരിച്ചാൽ അവർക്ക് പോയി ആദ്യം മയ്യത്ത് സ്കരിച്ച് ഇമാമെന്ന് കണ്ട്, എന്നിട്ടോ ആ മെസ്സേജ് കൈമാറുക സമൂഹത്തിൽ ഇയാൾക്ക് കുഴപ്പമില്ല കേട്ടോ, അള്ളാഹു മുഫിർലഹു വർഹംഹു, ആ വഹാബിക്കും വേണ്ടി. ഈ മശായിഖന്മാരെയും സർവ്വ ആളുകളെയും കുറ്റം പറഞ്ഞെടുക്കണ വഹാബി മശായിഖന്മാരെന്നെ ഇല്ല എന്ന് പറയണേ. ആ വഹാബിനെ പാലൂട്ടി ഓനക്ക് ഒരു കുഴപ്പമില്ല, ഓനക്ക് പുറത്തു കൊടുക്കല്ല എന്നും പറഞ്ഞിട്ട് സ്കരിച്ച അതുപോലെ ചെയ്യണ്ടോ? അതില്ലാതെ എനിക്ക് വരാൻ കഴിയുമോ? എനിക്ക് ഇതൊക്കെ അറിയില്ല ചങ്ങായിയെ. ഇജ്ജല്ലേ നമ്മളെ ഇതൊക്കെ പഠിപ്പിച്ചാള്, എന്നിട്ട് ഇപ്പം വന്നു കാണുമ്പോൾ വലിയ ആരെ പൊട്ടനാക്കാനാടോ ഇതൊക്കെ ചോദിക്കണേ? നെഞ്ഞത്ത് കൈവച്ച് സ്വന്തം നെഫ്സിനോട് ചോദിക്കടോ. ഇതിവിടെ എല്ലാവർക്കും അറിഞ്ഞ വിഷയമല്ലേ? എത്ര സംഗതി ഉണ്ട്. മൻ വക്കറ സ്വാഹിബ ബിദഅത്തിൻ ഫഖദ് ആന അലാ ഹദമിൽ ഇസ്ലാം. ഇസ്ലാമിനെ പൊളിക്കാനാണ് കൂട്ടിരിക്കുന്നത് ഉത്തരവാദി ആരെങ്കിലും ആദരിച്ചാൽ. അത് അവിടെ ഉണ്ടോ? അല്ല, അബദ്ധത്തിൽ ഒരുക്കുകയാണെങ്കിൽ ഓർക്കെ മനഃപൂർവ്വം എത്ര വട്ടം ഞങ്ങൾ ഇനിയുണ്ടാവില്ലേ? എനിക്ക് തെടുക്കാൻ കഴിയോ? എന്റെ മശായിഖന്മാർക്ക് തെടുക്കാൻ കഴിയോ? എന്നാ കാണട്ടെ. ഇനി ഉണ്ടാവില്ല എന്ന് തീർത്ത് പറയാനുള്ള ധൈര്യം എനിക്കുണ്ടടാ. എന്നിട്ട് പറയടാ, വെല്ലുവിളിക്കാണ്. ഇനി അങ്ങനെ അവിടുന്ന് ഒരു വഹാബി മരിച്ചാൽ ഓല് നേതൃത്വം കൊടുക്കൂല, പോവില്ല, വഹാബിക്ക് അനുകൂലമായി പറയില്ല. അതൊക്കെ ഞങ്ങളെ മശായിഖന്മാർ ഇടപെട്ട് നിർത്തി. അത് നിർത്തിച്ചാൽ എൻ്റെ മശായിഖന്മാർക്ക് കഴിയോ? അപ്പൊ എനിക്ക് പുതിയൊരു ന്യായം എന്തറിയോ? പറയാണ് ഒരു രാഷ്ട്രീയക്കാരല്ലേ, രാഷ്ട്രീയക്കാരൻ പോയി എല്ലായിടത്തും പോകേണ്ടി വരില്ലേ? അപ്പൊ എന്നോട് ഞാൻ തിരിച്ചു ചോദിക്കുന്നു, മുമ്പ് ഹൈദരലി തങ്ങള് കരുവള്ളി മുഹമ്മദ് മൗലവി മരിച്ചപ്പോൾ മയ്യത്ത് സ്കരിച്ചപ്പം അന്ന് ഹൈദരലി തങ്ങൾ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ആയിരുന്നില്ലേ, രാഷ്ട്രീയ നേതാവായിരുന്നില്ലേ? എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ചോദ്യം ചെയ്തു? അങ്ങനെ ചോദ്യം ചെയ്യാൻ പാടില്ല. അന്ന് ഈ ഉസൂലോടെ ഇനി ഒരു രാഷ്ട്രീയക്കാരാണല്ലോ, അവർക്ക് എല്ലായിടത്തും എല്ലാവരും മരിച്ചാൽ പോകേണ്ടി വരും, മയ്യത്ത് സ്കരിക്കേണ്ടി വരും എന്നുള്ള ഇപ്പത്തെ വാദം അന്നില്ലേനോ? അതേപോലെ കൂരിയാട് വഹാബിയ സമ്മേളനത്തിന് നുനബറിൽ തങ്ങളും റഷീദ് തങ്ങളും പോയപ്പം ഓല് പൊതു പ്ലാറ്റ്ഫോമുള്ളവരാണ്, ഓൾക്ക് അങ്ങനെ വേണ്ടിയിരുന്നുള്ള ബോധം അന്ന് എനിക്ക് എന്താ ഇല്ലാതായി? അന്ന് എന്നെ കൊണ്ട് പറയിപ്പിച്ചു എന്റെ ഈ മശായിഖന്മാരല്ലേ. പറയോടോ ആണത്തുണ്ടെങ്കിൽ എടുത്ത് വലിയ ആളെ പഠിച്ചാൻ വേണ്ടി എല്ലായിടത്തും ഇങ്ങനെ പറഞ്ഞെടുക്കുക. ആർക്കും വേണ്ടിയോടോ ദീന് മറച്ചേക്കുണ്ട്. ഇത് മാന്തള്ളന്മാര് ഒരു ഭാഗത്തും എന്ത് ചെയ്താലും അവിടെ മൂടി വെച്ചിക്കാണ്ട് അതാണ് എന്റെ കാപ്പറ്റ്യം. കൂടുതൽ ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കണ്ട, മനസ്സിലായോ? മശായിഖന്മാരെ വിമർശിച്ചിട്ടില്ല. ഈ മശായിഖന്മാരെ വിമർശിക്കുന്ന ഫുള്ള് പാലൂട്ടി വളർത്തുന്ന വില എല്ലാ മെസ്സേജും സമൂഹത്തിന് കൈമാറുണ്ട്. വലുത് കുഴപ്പമില്ല, വഹാബിയായ പ്രശ്നമില്ല എന്ന് പറഞ്ഞാണ്ട് എല്ലാം ചെയ്യണ പോലെ, ഓലെ സക്കാത്തിന്റെ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യുന്ന പോലെ, ഓലെ ബുക്ക് പ്രകാശനം ചെയ്യുന്ന പോലെ സർവം ഓല ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് മാത്രം മതിയോ? ഒരു മശായിഖന്മാരെ വിമർശിക്കാതിരുന്ന ഒക്കെ ആയോ? തന്നെ ധൈര്യമുണ്ട് ഞാൻ പറയുമ്പോൾ നിർത്തിച്ച് ഇനി ഉണ്ടാവില്ല എന്നുണ്ട് പറയടാ, എന്നിട്ട് സംസാരിക്കേ. അത് എന്നെ കൊണ്ട് കഴിയൂല, അതിന് പറ്റുമോ നോക്കി. കപട വിശ്വാസികൾക്ക് ഇത് മനസ്സിലാകണമെന്നില്ല. അതേ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പേടിച്ച ഇൻഷാ അല്ലാഹ് കുണ്ടൂർ ഉസ്താദിന്റെ വാക്ക് കടമെടുത്തുകൊണ്ട് ഞാൻ പറയട്ടെ, സ്വർഗത്തിലും നമ്മളെ കൈപിടിച്ച് നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകേണ്ടത് മഹാനായ ഖമറുൽ ഉലമയാണ്, ബഹുമാനപ്പെട്ട താജുൽ ഉലമയാണ്, യൂസുഫുൽ ബുഖാരി തങ്ങളാണ്, ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദാണ്, ബഹുമാനപ്പെട്ട ഖുതുബുൽ ആലമാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.